ജൗരിയിലും പൂഞ്ചിലും ഉൾപ്പെടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബാരാമുള്ളയിലെ നിലവിലെ ഒരു സാഹചര്യം എന്താണ് ആദിൽ പാലോട്? ബാരാമുള്ള ജില്ലയിലാണ് ഉറി സെക്ടർ ഉള്ളത്. ബാരാമുള്ള ജില്ലയിൽ ഒപ്പം ബാരാമുള്ളയ്ക്ക് സമീപമാണ്. ഇതുവഴിയാണ് കുപ്വാരയിലേക്കുമുള്ള യാത്ര. ആ രൂപത്തിൽ പ്രധാനപ്പെട്ട അതിർത്തി മേഖലകൾ കുപ്വാരയും ഉറിയും ഇന്നലെയും അശാന്തമായിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ ഷെല്ലുകൾ വലിയ തോതിൽ ഗ്രാമങ്ങളിലേക്ക് വന്നു എന്നതാണ്. പലപ്പോഴും തീപിടിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മളിപ്പോൾ ബാരാമുള്ള പോലീസ് സ്റ്റേഷന്, ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലാണ് ഉള്ളത്. വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവിടെ താമസിച്ചപ്പോൾ. ഇന്നലെ രാത്രി തന്നെ മുഴുവൻ ബ്ലാക്ക് ഔട്ടായിരുന്നു. ബ്ലാക്ക് ഔട്ട് എന്നുള്ളത് മാത്രമല്ല, ഈ അതിർത്തി മേഖലകളിൽ വെടി പൊട്ടുന്നത് നമുക്ക് ശരിക്കും കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വെടി പൊട്ടുന്നതിനൊപ്പം ഡ്രോണുകൾ വരുന്നൊരു ശബ്ദം കൂടി അത് കൃത്യമായി തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു. ഡ്രോണുകൾ വരുന്ന ശബ്ദം, അതിനെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ശബ്ദം, അങ്ങനെ ഒരു കൃത്യമായൊരു ശബ്ദം ഇവിടെ നിന്നാൽ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഹോട്ടലിൽ വന്ന് തന്നെ അറിയിച്ചത് ആരും പുറത്തിറങ്ങരുത്, ഒരു മൊബൈൽ ഫോൺ പോലും ഓണാക്കി വെളിച്ചമുണ്ടാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സൈന്യവും തന്നത്. ഇവിടെ വരുന്ന പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സൈനിക കേന്ദ്രങ്ങളൊക്കെ, സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോണുകളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സമീപത്തുള്ള സൈനിക കേന്ദ്രങ്ങളിൽ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ആ രൂപത്തിലാണ് ഇപ്പോൾ ബാരാമുള്ളയിലെ സ്ഥിതി. ഇവിടുത്തെ ആളുകൾ ആകെ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആളുകളുണ്ട്, അവരോട് ചോദിക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ആളുകൾ, ഒരു ചെറിയൊരു കട മാത്രം തുറന്നിരിപ്പുണ്ട്. വലിയ ശബ്ദമായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. ബാരാമുള്ള സ്റ്റേഷനിലാണ്. ഇവിടെ ഇടയ്ക്കിടെ സൈറൻ മുഴങ്ങുന്നുമുണ്ട് വിനീത. മുഴുവൻ കടകളും അടച്ചിരിക്കുകയാണ്. ഒരു ചെറിയൊരു ചായക്കട മാത്രം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ്. വലിയ ശബ്ദമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് അനുഭവിച്ച അനുഭവം. ഈ ഇന്നലെ രാത്രിയോടുകൂടിയാണ് വലിയ തോതിലാണ് ശബ്ദം ഉയർന്നത്. വലിയ തോതിൽ ശബ്ദം ഉയരുകയായിരുന്നു. ഇവിടെ ആളുകളുണ്ടാവും. भाई ये क्या हालत है? आवाज ज्यादा आवाज आता? हाँ जी आवाज आ रही है, कुछ पता नहीं क्या आवाज हम नहीं दे सकते। आवाज आ रहे? हाँ आवाज आ रही है, हाँ धमाके की आवाज आ रही है। ये पुलिस वाले इनका फोटो नहीं उठाना, फोटो भाई ये डरता है सब? और डरता नहीं है, ये क्या नाम मेरे को बताओ। धमाके की आवाज आ रही है। कहाँ से? ये नहीं पता, ये बाहर से आ रही है। जी जी ഈ വലിയ പലരും പേടിയിലാണ്. വലിയ ശബ്ദമാണ് കേട്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ദൃശ്യം ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈ രൂപത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ബാരാമുള്ളയിലെ ജീവിതം എന്നുള്ളതാണ്. നമ്മൾ ഉറിയിലേക്കും കുപ്വാരയിലേക്കും പോയാൽ സമാനമായ സാഹചര്യങ്ങൾ തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിലാകെ ഉള്ളത് വിനീത. ആദിൽ പാലോട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ആദിൽ പങ്കുവച്ചതുപോലെ തന്നെ കൃത്യമായി അടഞ്ഞു കിടക്കുകയാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ അതിൽ ഉറിയിലേക്കാണോ പോകുന്നത്? അവിടെ വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടായി, കുപ്വാരയിൽ ഉൾപ്പെടെ പ്രകോപനമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സുരക്ഷിതരായിരിക്കുക, സൈന്യത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം യാത്ര ചെയ്യുക. ഉദ്ധംപൂരിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉറിയിലേക്കുള്ള യാത്രയിലാണോ അതിലുള്ളത്? ഉറിയിലേക്കും കുപ്വാരയിലേക്കും പോകണം എന്ന് കരുതുന്നു. ഇതിനൊപ്പം തന്നെയാണ് ശ്രീനഗറിൽ വലിയ പ്രശ്നമാണ്. ശ്രീനഗറിൽ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുള്ള ഡ്രോണുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിലാകെ കനത്ത ജാഗ്രതയാണുള്ളത് എന്ന് പറയുന്നു. തലസ്ഥാന നഗരമാണ്, കൂടുതൽ ആളുകളുള്ള ഭാഗമാണ്. അവിടെയൊക്കെ വലിയ ജാഗ്രതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. നമ്മൾ കൃത്യമായി അറിയുന്നുണ്ട്. ശരിക്ക് ഈ വശത്ത് മലനിരകളാണ്. ആ വശത്തുള്ള മലനിരകളിൽ നിന്ന് ഡ്രോണുകൾ വരുന്നു. അവിടെ ഈ ഭാഗം, നമ്മളിപ്പോൾ കാണുന്ന വലതുവശത്തെ ഭാഗം കുപ്വാരയാണ്. ഈ ഭാഗം കുറേ കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ കുപ്വാരയിലാണ് മലനിരകൾ കാണുക. ആ മലനിരകൾ അതിനപ്പുറം കുപ്വാരയാണ്. കുപ്വാരയിൽ ഇന്ത്യയുടെ ബോർഡറാണ്, ഇന്ത്യയുടെ അതിർത്തി മേഖലയാണ്. LOC ഉള്ളത് കുപ്വാര, ചൗക്കിബാൽ അടക്കമുള്ള ഭാഗങ്ങളിലാണ്. അവിടെ വലിയ ശബ്ദം, അവിടെ നിന്നാണ് ശബ്ദം കേട്ടത്. നമ്മൾ ഈ ഭാഗം 60-70 കിലോമീറ്റർ ഇപ്പുറം നിന്ന് കേൾക്കണമെങ്കിൽ എത്രത്തോളം ആഘാതമുണ്ടാകും ആ ഡ്രോണുകൾക്ക്, ആ ഷെല്ലുകൾക്ക് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ രൂപത്തിൽ വലിയ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള സാഹചര്യമാണ്
ബാരാമുള്ളയിലേത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ബാരാമുള്ളയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്താണ് റിപ്പോർട്ടർ TV ഉള്ളത്. ഇവിടെ കമാൻഡിൻ്റെ വാഹനം കിടക്കുന്നത് കാണാം. സൈറൻ ഇടയ്ക്കിടെ മുഴങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി കനത്ത ജാഗ്രതയായിരുന്നു ബാരാമുള്ളയിൽ എന്നുള്ളതാണ്. ആരും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം. അത് എന്തും സംഭവിക്കാമെന്ന നിലയായിരുന്നു. ഒരാളും പുറത്തിറങ്ങരുത്, മൊബൈൽ ഫോൺ ഓണാക്കിപ്പോലും അതിന് വെളിച്ചം നൽകരുത് എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇതാ ഇപ്പോൾ സൈറൻ കേൾക്കുകയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ സൈറൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആളുകൾ എത്തുന്നത് ഒഴിച്ചാൽ, പോലീസുകാരെത്തുന്നത് ഒഴിച്ചാൽ വേറെ പുറത്ത് ആളുകളെ കാണുന്നില്ല. വാഹനങ്ങളും സ്ഫോടനം ഉണ്ടായി എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? അതിനുശേഷമുള്ള ഒരു സൈറൻ ആണോ നമ്മൾ കേൾക്കുന്നത്, അതോ സുരക്ഷിതമാണ് എന്നുള്ള സൈറൻ ആണോ? ഈ ഡ്രോണുകളും ഷെല്ലുകളും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നിർവീര്യമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പലയിടത്തും ഡ്രോണുകൾ വീണിട്ടുണ്ടാകാൻ, ഷെല്ലുകൾ വീണിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വലിയ ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകൾ. കടകൾ പോലും തുറക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. കടകൾ താഴ്വീണ് കിടക്കുകയാണ്. കടകൾ തുറക്കാൻ കഴിയുന്നില്ല. ഈ പോലീസ് വാഹനങ്ങൾ, പോലീസുകാർ എത്തുന്നത് ഒഴിച്ചാൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും വളരെ കുറവാണ് എന്നുള്ളതാണ്. ഈ സമയമൊക്കെ ആകുമ്പോൾ ഈ ചെറിയ ജംഗ്ഷൻ സജീവമാകേണ്ടതാണ്. പക്ഷേ ആ രൂപത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ കനത്ത സൈറണും അതിനൊപ്പം വലിയ ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങളുമാണ് പലയിടത്തും ഉണ്ടായത്. വെടിവെപ്പുണ്ടായിരുന്നു. ആ രൂപത്തിലാണ് ഇവിടെ ഈ ബാരാമുള്ളയിലെ സ്ഥിതി. വിനീത.